ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിസ്ക്ലെയിമർ ഞാൻ ആദ്യമേ പറയുകയാണ്. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോക്ക് സജഷൻ വീഡിയോ അല്ല. ഇത് എൻ്റേതായ സ്റ്റഡീസ് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഗ്ലോബൽ ഇവൻറ്റ്സ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് ഇന്നലെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളോട് നമുക്ക് ഇന്ത്യയിൽ 100% നികുതി ഏർപ്പെടുത്തണമെന്നൊക്കെയുള്ള ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളിയുടെ രാത്രിയത്തെ ഒരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ടോക്സ് വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന രീതിയിലും പോസിറ്റീവായിട്ടുള്ള രീതിയിലും മാർക്കറ്റിന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ട്രംപിൻ്റെ ഇന്നലെ അവസാനം വന്ന കമൻ്റ് എന്ന് പറയുന്നത് US-ഉം ഇന്ത്യയും വളരെ നല്ല സുഹൃത്തുക്കളാണെന്നും മോദിയുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ട്രേഡ് ടോക്സ് നടക്കുന്നുണ്ടെന്നും വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു കമൻറ്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സോ ജസ്റ്റ് ഒരു ചെറിയ പോസിറ്റീവ് ആ കാര്യത്തിലുണ്ട്. ബട്ട് ആൻഡ് യുദ്ധം ഇപ്പോഴും തുടരുകയാണല്ലോ. ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിൻ്റെതായ കോൺഫ്ലിക്റ്റുകൾ അവിടെ എവിടെയായിട്ട് നടക്കുന്നു. ആൻഡ് ഇന്നലെ ഖത്തറിലെ നമ്മുടെ ഹമാസിൻ്റെ ടോപ്പ് ലീഡേഴ്സിന് നേരെ നടന്ന ഒരു അറ്റാക്കും ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഗ്ലോബലി ഒരു ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റിന് ഓൺ ഗോയിങ് ആണ്. സോ മാർക്കറ്റിൽ ആകെ മൊത്തം പോസിറ്റീവായിട്ടുള്ള കാര്യം ട്രംപിൻ്റെ ഇന്നലത്തെ ഒരു കമൻറ്റ് മാത്രമാണ്, രാത്രി ലേറ്റായിട്ട് വന്നൊരു കമൻറ്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ട്രേഡ് ടോക്സ് ഒക്കെ നല്ല രീതിയിൽ പോയി താരിഫ് യുദ്ധം ഒന്ന് അവസാനിച്ചാൽ ഇന്ത്യയിലെ പല കമ്പനികൾക്ക് അതൊരു ഗുണകരമാവും. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പറയാനാണെങ്കിൽ വാർ എനർജീസ് അല്ലെങ്കിൽ US കിറ്റെക്സ് അങ്ങനത്തെ US-ഉമായിട്ട് പല പ്രശ്നങ്ങളുള്ള കമ്പനികളുണ്ടല്ലോ. ഇപ്പോൾ US-ലാണ് പ്രധാന മാർക്കറ്റ് എന്ന് വരുന്ന പല കമ്പനികൾക്ക് അതൊരു ഗുണമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഈ രണ്ട് കാര്യം നമ്മൾ മനസ്സിൽ എപ്പോഴും വേണം. അങ്ങനെ നമുക്ക് നിഫ്റ്റി ജസ്റ്റ് അനാലൈസ് ചെയ്തിട്ട് ഞാൻ അടുത്ത 6 മാസത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് 2-3 സ്റ്റോക്സിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് വ്യൂ സെയിം തന്നെയാണ്. 25,100 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബ്രോഡ് റേഞ്ചിൽ മാർക്കറ്റ് ഒരു ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയാൻ കഴിയും. നിലവിൽ മാർക്കറ്റിൽ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് ഏകദേശം ഒരു കൺസോൾട്ടേഷനാണ്. പക്ഷേ ഒരു പോസിറ്റീവായിട്ടും ടെക്നിക്കലി നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസവും മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു ഇൻറ്റൻഷൻ അപ്സൈഡ് പോകാൻ തന്നെയാണ് നോക്കുന്നത്. ബട്ട് 10-21 EMക്ക് മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിലായാലും ശരി 25,200 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അഗ്രസീവ്ലി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലിട്ട് ബൈ ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ അവസ്ഥ അങ്ങനെയാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കിക്കളയാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രതീക്ഷ തരുന്ന ചാർട്ട് ബാങ്ക് നിഫ്റ്റിയാണ്. ഒരു ഡിമാൻഡ് ഏരിയ അല്ലെങ്കിൽ മുൻപ് പലതവണ സപ്പോർട്ട് എടുത്ത റേഞ്ചാണ്. നോക്കിയാൽ നിങ്ങൾ ഒരിക്കൽ ഈ ഒരു റേഞ്ച് വന്നിട്ട് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുള്ളതായിരുന്നു, ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റ്. അതായത് ഈ 53,000 എന്നുള്ള റേഞ്ചിൽ നിന്നും മാർക്കറ്റ് മുൻപേ ഒരു തവണ നല്ല രീതിയിൽ അപ്സൈഡ് തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, എത്രയാണ് 53,825 നിന്ന് 57,000 വരെ ഒരു മൂവ്മെൻറ്റ് മുൻപേ തന്ന ഒരു മേഖലയാണ്. സോ മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ട്രക്ചർ ബ്രേക്ക് തന്നാൽ മാത്രമേ എനിക്കൊരു പോസിറ്റീവായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഒരു സ്ട്രക്ചർ ബ്രേക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഞാൻ ട്രേഡ് എടുക്കാറില്ല. ബട്ട് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എപ്പോഴും ഒരു ക്ലോസ് വാച്ചിൽ നമ്മൾ വയ്ക്കണം. എന്നാലേ നമുക്ക് സ്റ്റോക്സിൽ നല്ല രീതിയിലുള്ള തീരുമാനം എടുക്കാൻ കഴിയത്തുള്ളൂ. ആൻഡ് അടുത്ത 6 മാസത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സാണ്. ഞാൻ മേ ബി കോൺസെൻട്രേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധ്യതയുള്ള സ്റ്റോക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്ന ഒരു കാര്യമാണ്. 6 മാസത്തേക്ക് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സ് ഇതൊക്കെയാണ്. ആദ്യത്തത് NDTV ആണ്. ഇപ്പോൾ NDTV നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ റിപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, NDTV കാണുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാം. അദാനി നമുക്ക് ഇവരുടെ NDTVയിൽ ഒരു കുറച്ച് സ്റ്റേക്ക് ഹോൾഡിംഗ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സ്ട്രക്ചറലി അവരുടെ കമ്പനിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റോക്ക് ഒരു കൺസോളിഡേഷനാണ്. ആൻഡ് കൺസോളിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 144 റേഞ്ചിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാണ്, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. ആൻഡ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഒരു 176 റേഞ്ച് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള രീതിയിൽ NDTVയുടെ പെർഫോമൻസ് ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യുന്നത്. 132 ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മേ ബി വർക്ക് ചെയ്യാം. സ്ട്രക്ചറലി ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി NDTV കാണിക്കുന്നുണ്ട്. ഒരു ബേസ് ബ്രേക്കൗട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 132 to 120 റേഞ്ചിൽ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ബേസിന് ശേഷം ഒരു ബ്രേക്കൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ബ്രേക്കൗട്ടിന് ശേഷം മാർക്കറ്റ് ആ ഒരു റീജിയൻ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ആൻഡ് നിങ്ങളിവിടെ നോക്കാം. ആൻഡ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ സംഭവിക്കുകയെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കൺസോൾട്ടേഷനാണ്. ഇതേപോലത്തെ നല്ല കൺസോളിഡേഷൻ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റീജിയനുകളിൽ നല്ല കൺസോളിഡേഷൻ ഉണ്ടാവണമെന്ന് തന്നെയാണ് കാര്യം. അപ്പോൾ നമുക്കറിയാം ഒരു അക്യുമുലേഷൻ അല്ലെങ്കിൽ ഒരു ബയേഴ്സിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഏകദേശം കൺഫേം ചെയ്യും. ആൻഡ് ഒരു 170, 180, 200 റേഞ്ചിലോട്ടൊക്കെ NDTV പോകുമോ എന്ന് നമുക്ക് വാച്ച് ചെയ്ത് മാത്രം മനസ്സിലാക്കാം. ഞാൻ ഒരു അടുത്ത 6 മാസത്തേക്ക് NDTV എൻ്റെ ഫോക്കസിലുണ്ടാവും. ഓക്കെ, ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റോക്ക് അർബൻ എൻവിറോ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന കമ്പനിയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു 1 മന്ത് ചാർട്ട് കാണിച്ചു തരാം. 1 മന്ത് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഈ 140 റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് റേഞ്ചാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ IPOയ്ക്ക് ശേഷം 40 രൂപയിൽ നിന്ന് മാക്സിമം എത്ര രൂപയാണ് എൻ്റെ ഹൈ പോയത്? 350 റേഞ്ചിൽ ഹൈ പോയി. ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ടായിരുന്നു. 140 റേഞ്ചിലാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. നിലവിൽ 163 റുപ്പീസാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഇനി ഒരു എൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള വീക്സിൽ ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്. ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്ന്, ഇപ്പോൾ 200 റേഞ്ചിന് എത്തുമോ ഇല്ല എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വരുന്ന ഒരു 6 മാസത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും അർബൻ എൻവിറോ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ ഒരു ഫോക്കസിൽ വച്ചേക്കാം. അടുത്ത സ്റ്റോക്ക് റെയ്മൺ ലൈഫ് സ്റ്റൈലാണ്. ആൻഡ് ഒരു റീസെൻ്റ്ലി ലിസ്റ്റഡ് IPO ആണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു ബോട്ടം ഉണ്ടാക്കിയ ശേഷം മാർക്കറ്റ് എന്താ നോക്കുന്നത്? ഒരു റേഞ്ച് ബ്രേക്കിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 1289 ആണ് പ്രൈസ്. അപ്പോൾ ഒരു 1400 റേഞ്ചിലോട്ടൊക്കെ പോകാനുള്ളൊരു ഇൻറ്റൻഷൻ മാർക്കറ്റ് റെയ്മൺ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ റെയ്മൺ ലൈഫ് സ്റ്റൈൽ കീപ്ലി വാച്ച് ചെയ്യാം. ഓക്കെ, കാരണം എന്തായാലും അടുത്ത 6 മാസം ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യുകയാണ്. എത്ര മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വരുന്ന വീക്സിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ ഒരു 3 സ്റ്റോക്സ് അടുത്ത 6 മാസത്തേക്കും സ്റ്റഡി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും. അതിൻ്റെ മാർക്കറ്റിൽ നമുക്കുള്ള അറിവ് എങ്ങനെയാണെങ്കിലും ചെറിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.